കെബിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റ്, അതായത് ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായിട്ട് സർവ്വസജ്ജമാണവർ എന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കൈയടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. തിരുവനന്തപുരത്തെ സാധ്യതകൾ എത്രത്തോളമാണ്? അല്ല, തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അർബൻ നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. അത് നമ്മൾ തീർത്ത് പറയുന്നില്ല, അത് അവർ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇത് BJP-യിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവർ ഇപ്പം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേമത്ത് മത്സരിക്കുന്ന ഉണ്ട്. അതേപോലെ വട്ടിയൂർക്കാവിലും ഇത്തരത്തിൽ BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലമായി കരുതുന്നുണ്ട്. കഴക്കൂട്ടത്തും ഇത്തരത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അപ്പോൾ ഈ BJP അവിടെ ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലായിടത്തും എല്ലാ പ്രാവശ്യവും ഉയരുന്ന ആരോപണം എന്ന് വെച്ചാൽ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസുമായി കൈകോർക്കുന്നു, എന്നിട്ടാണല്ലോ വോട്ട് മറിക്കുന്നു എന്ന ആരോപണം. പക്ഷേ ഈ പ്രാവശ്യം അത്തരത്തിലൊരു സെറ്റിൽമെൻറ്റുകൾ സംസ്ഥാനത്ത് ഉടനീളം എങ്ങും വേണ്ട എന്നുള്ള ചർച്ചകൾ ഉയരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് ഉത്തമ ഉദാഹരണമായി എടുത്തു കാട്ടുന്നത്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ത്യ മുന്നണി ഭരിക്കും എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ MV ഗോവിന്ദൻ മാഷായാലും അല്ലെങ്കിൽ VD സതീശനായാലും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലൊരു സഖ്യത്തിലേക്ക് കേരളത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ബൈറ്റുകൾ നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു സമീപനം തന്നെയായിരിക്കും. എന്തായാലും ഇനി CPM-നെ തറ പറ്റിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് ഇപ്പം ഈ മുന്നണി വിപുലീകരണമൊക്കെ ശക്തമാക്കുമെന്ന് പറഞ്ഞാലും കൈപ്പത്തി ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരെ വിജയിപ്പിച്ച് സംസ്ഥാനത്ത് എടുത്തിരിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇതിനെ നേരിടും. അത് അല്ലാതെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സെറ്റിൽമെന്റിനും തയ്യാറാകുന്നില്ല. നോക്കൂ, CPM-ന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളൊരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വർക്കല ആയിക്കോട്ടെ, നമ്മുടെ മണ്ഡലമായ മലയോര പ്രദേശമായിട്ടുള്ള നെടുമങ്ങാട്, അരുവിക്കര, അതേപോലെ തന്നെ പാറശാല, ഈ മണ്ഡലങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിട്ട് കരുതുന്ന മണ്ഡലങ്ങളെന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ അർബൻ കേന്ദ്രീകൃതമായി നിൽക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ, ഇവിടെ ഇത് BJP പിടിക്കുകയാണെങ്കിൽ, BJP-ക്ക് സാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ, അത് CPM-ഓ UDF-ഓ പങ്കിട്ടെടുത്താൽ BJP-ക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു രാഷ്ട്രീയ വിലയിരുത്തൽ വരുന്നുണ്ട്. പക്ഷേ അവിടെയാണ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF എടുത്തൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ അതൊരു വിജയസാധ്യത ആക്കിയെടുക്കാനായി മുതിർന്ന നേതാക്കളെ, സാധ്യതയുള്ള നേതാക്കളെ, മുഖമുള്ള നേതാക്കളെ നിർത്തുന്നൊരു സ്ട്രാറ്റജി UDF എടുത്തിരുന്നു. അതേ സ്ട്രാറ്റജി ഉൾക്കൊണ്ടുകൊണ്ടാകാം BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ അടുത്ത വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥിത്വവും അങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ പറയുമ്പോൾ തന്നെയും, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സെറ്റിൽമെന്റുകൾ രണ്ട് പക്ഷത്തു നിന്നും നടന്നിട്ടില്ലെങ്കിൽ BJP കഴിഞ്ഞ നമ്മൾ ഒരു മാസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു 10 സീറ്റുകളോളം അവർ പ്രതീക്ഷ വെക്കുന്നു. ഇപ്പോൾ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അവർ പാലക്കാട് കണക്കാക്കുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ കണക്കാക്കുന്നുണ്ട്, തിരുവനന്തപുരം ജില്ല, ഈ 3 ജില്ലകളിലായിട്ട് 10 മണ്ഡലങ്ങളിൽ അവരുടെ വേരോട്ടം ഉറപ്പിക്കാനായിട്ടുള്ള സാന്നിധ്യം അവർ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നോക്കൂ, മൊത്തത്തിൽ 20% വോട്ട് ഷെയർ ഉള്ളിരുന്ന BJP അത് 16% കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എടുത്തു കാണിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിക്കാനായി എന്ന് നോക്കും, ബാക്കി 4% വോട്ട് ഷെയർ എങ്ങോട്ടേക്ക് പോയി. ആ 4% വോട്ട് ഷെയർ പ്ലസ് 1.5% വോട്ട് ഷെയർ, അങ്ങനെയാണ് 5.36% UDF-ന്റെ വോട്ട് ഷെയറുകൾ കൂടിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ തന്നെ മേഘ പറഞ്ഞൊരു കാര്യമുണ്ട്, LDF-ന്റെ വോട്ടുകൾ ഇവിടെ പോയി എന്നുള്ള ചോദ്യം കൃത്യമായി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അടിത്തറ ഇളകിയിട്ടില്ല, ഈ വോട്ടുകളെല്ലാം എവിടെ പോയിട്ടുണ്ട്. ഈ UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച കൊല്ലം കോർപ്പറേഷനകത്ത്, കൊല്ലം മണ്ഡലത്തിനകത്ത് നിലവിൽ നോക്കുമ്പോൾ 2000-ന് പുറത്ത് വോട്ടിന്റെ ലീഡുകൾക്ക് ഇപ്പോഴും നിൽക്കുന്നത് LDF തന്നെയാണ്. അതായത് മൊത്തത്തിലുള്ള ഓളത്തിൽ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും വോട്ടുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ 2000 വോട്ടുകളുടെ ലീഡ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ 14 ജില്ലകളിൽ 13 ജില്ലകളിൽ നിന്നാണ് കോൺഗ്രസിന് ഇത്രത്തോളം
സീറ്റുകൾ നേടിയെടുക്കേണ്ടി വരുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ഒരു തട്ടുകേട് കിട്ടിയാലും കൊല്ലം ജില്ലയിൽ നിന്നും അത് പിടിച്ചെടുക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു സാഹചര്യം നോക്കൂ, ഈ തിരുവനന്തപുരത്തെ 3 സീറ്റുകൾ ഇപ്പോൾ UDF അല്ലെങ്കിൽ CPM വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, 2 പാർട്ടികളും വേണ്ടെന്ന് വെക്കുകയാണ്, ആ 3 സീറ്റുകൾ BJP പിടിക്കുകയാണെങ്കിൽ ആ 3 സീറ്റുകൾ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു BJP സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പലരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, BJPക്ക് ഒരു സ്റ്റാഗ്നന്റ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ കുറവാണ്. ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ തവണ 20% വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതൊരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് അല്ല. ഇപ്പോഴുള്ള 16% അല്ലെങ്കിൽ 15 സംതിങ് ശതമാനമുള്ളത് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റാഗ്നന്റ് വോട്ടായിട്ട് കണക്കാക്കാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ന്യൂട്രൽ വോട്ടുകളാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ പറയുന്നത് പോലെ UDFൽ നിന്ന് അടിയൊഴുക്കാണോ, അല്ലെങ്കിൽ ഈ വോട്ട് കോംപ്രമൈസിങ് നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ CPMൽ നിന്ന് വോട്ട് കോംപ്രമൈസിങ് നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ കുറെ മണ്ഡലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് BJP. ഇവിടെയെല്ലാം ഈ പറയുന്നത് പോലുള്ള ഒരു കോംപ്രമൈസിങ് നടന്നാൽ മാത്രമാണ് ഈ പറയുന്ന പോലെ 10 അല്ലെങ്കിൽ 3 വോട്ട് മണ്ഡലങ്ങളിലേക്ക് BJPക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പിന്നെ കെബിൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, CPMന്റെ അടിത്തറ ഇളകിയിട്ടില്ല എന്ന്. ഇന്ന് രാവിലെ ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു. കോൺഗ്രസിന് കിട്ടിയത് 29.17% വോട്ടാണ്. പക്ഷേ CPMന് ലഭിച്ചിട്ടുള്ളത് 27%. 2% കുറവുണ്ട്. അവിടെ ഒരു കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ കോൺഗ്രസിന് 30% മേളിൽ വോട്ട് ഷെയർ ലഭിക്കും, 80 സീറ്റുകളോട് അടുപ്പിച്ച്. അതെ. അപ്പോൾ കുറയ്ക്കാനുള്ളത് 20-ൽ നിന്നും 4%. ഞാൻ പറഞ്ഞല്ലോ, 1.5% വോട്ടുകൾ പിടിച്ചു. അതിൽ ന്യൂട്രൽ വോട്ടുകളും CPMന്റെ വോട്ടുകൾ പോയെന്ന് പറഞ്ഞാലും 1.5% ഡിഫറൻസേ അവിടെ വരുന്നുള്ളൂ. 20%-ൽ 16% ആയില്ലേ? അതായത് BJPയുടെ ആ 4% പ്ലസ് 1.5 കൂടെ ചേർത്തിട്ടാണ് അതായത് LDFിനെക്കാളും 5.36 എന്ന വോട്ട് ഷെയറിലേക്ക് എത്തിയിരിക്കുന്നത്. അത് LDFിനേക്കാളും ഫാർ ബെറ്റർ ആണ്. ആ ഒരു കണക്ക് വെച്ചിട്ടാണ് 80 മുതൽ 87 സീറ്റ് വരെ ഇപ്പോൾ ഇവർക്ക് വിജയ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ BJP വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളതിന് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് കോൺഗ്രസിലേക്ക് പോയി. ബാക്കി 1.5% അത് പാർട്ടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ 5.36 വോട്ട് എന്ന് പറയുന്നത് വലിയൊരു മാർജിനാണ്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തിയിരുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അത് കെ സുരേന്ദ്രനെ പോലൊരു സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നൊരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ഇടിവ് സംഭവിച്ചിരിക്കുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJPക്ക് പെനട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. പക്ഷെ കൃത്യമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം അതായത് BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഉയർന്നു വരുന്ന ഒരു ചർച്ച എന്താണ്, CPMും കോൺഗ്രസും കൂടെ അതിന് തടയിടും. പക്ഷെ ഈ പ്രാവശ്യം കോൺഗ്രസും CPMും അതിന് തയ്യാറല്ല. അവർ മികച്ച റൈവലറി ആയിട്ട് നിന്നുകൊണ്ട് രണ്ടുപേരും രണ്ടുപേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത്. അതായത് ഈ 2 സീറ്റുകൾ പിടിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇതുണ്ട്, അതായത് അയ്യോ BJP വരുമോ എന്നുള്ളൊരു സാധ്യതയുണ്ട്. അതായത് BJP വരുമോ എന്നുള്ളത് ഏകദേശം പൊളിറ്റിക്കലി ഉറപ്പായി കഴിഞ്ഞു. അവരുടെ ഗ്രോത്ത് അത്രത്തോളം കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ നമുക്ക് നേരത്തെ അറിയാം. അവർ അവകാശപ്പെടുന്ന പോലെ 2036 വലിയൊരു കക്ഷിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും ഈ കോമ്പറ്റീഷൻ തന്നെ ഒരു ത്രികോണ പോരിലേക്ക് മാറിക്കഴിഞ്ഞു. അതെ, അതായത് കഴിഞ്ഞൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് BJPയെ പറ്റി അനലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ BJPയുടെ ശക്തമായ സാന്നിധ്യം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്, ജില്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നത് BJP ഒറ്റയ്ക്ക് നിന്ന് BJPയെ തോൽപ്പിക്കാൻ ഇവർ ഒരുമിക്കും. അതായത് ഇവിടെ LDF UDF എന്ന സംവിധാനമാണെങ്കിലും അന്തർധാരയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സെറ്റിൽമെന്റുകൾ എക്കാലത്തും നടക്കുന്നു എന്നായിരുന്നല്ലോ ഉയർന്നു വന്ന വിമർശനങ്ങൾ. പക്ഷേ ഈ പ്രാവശ്യം ആ ഒരു വിമർശനത്തിന് മുന്നോട്ട് വെക്കാനായിട്ട് ഇവർ രണ്ടുപേരും തയ്യാറല്ല. BJP സീറ്റുകൾ പിടിക്കുക എന്ന് പറയുന്നത് സ്വപ്നമല്ല, ആ യാഥാർത്ഥ്യം. ഇത് എവിടെ തടയിടണമായിരുന്നു? ഇവരുടെ വളർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ കോൺഗ്രസും CPMും ഇവർക്ക് തടയിടണമായിരുന്നു. പക്ഷെ ഇനി ഇവരുടെ ഒരു പെനട്രേഷൻ അല്ലെങ്കിൽ ഇവരൊരു നിയമസഭയിലേക്ക് 3, 4 അല്ലെങ്കിൽ 5-ൽ കൂടുതലോ സീറ്റുകളിലേക്ക് വിജയിച്ചു വരുന്നതിനെ തടയിടാനായിട്ട് UDFിനും CPMനും സാധിക്കില്ല എന്നൊരു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ക്ലബ് ആവണം. അപ്പോൾ ഇവർ കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് മത്സരിച്ചാൽ അത് നൽകുന്ന സന്ദേശം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഒരു മാസം മുമ്പ് പറഞ്ഞ 10 സീറ്റുകൾ പിടിക്കുമെന്ന്,
പിടിച്ചാലും അതിശയമൊന്നുമില്ല. ഒരു 4-5 സീറ്റുകളിലേക്ക് തിരുവനന്തപുരത്ത് എന്തായാലും BJPക്ക് 2-3 സീറ്റുകൾ ഉണ്ടാവുന്നതിൽ നമുക്ക് ഈ വോട്ട് ഷെയർ നില തന്നെ എടുത്തു നോക്കിയാൽ തിരുവനന്തപുരം സെൻട്രൽ കോർപ്പറേഷൻ ഇരിക്കുന്ന പരിധിയിൽ, വട്ടിയൂർക്കാവിൽ അല്ലെങ്കിൽ നേമത്ത്, ഇവിടെ എല്ലാം തന്നെ നമുക്കറിയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. കഴക്കൂട്ടം, ഇവിടെ എല്ലാം തന്നെ നമുക്കറിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഈ വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസും CPM-ഉം എത്ര പണിയെടുത്താലും കഴിയുമോ? അതായത് നമുക്ക് 29 സീറ്റ് 51 സീറ്റ് ആ ഒരു മാർജിനിൽ തന്നെ വോട്ട് ഷെയർ BJPയുടെ സെൻട്രലിൽ, തിരുവനന്തപുരം സെൻട്രലിൽ എത്ര വലുതാണ്, അല്ലെങ്കിൽ വാർഡുകൾക്കകത്ത് എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള സെറ്റിൽമെന്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നടക്കില്ല. BJP എത്ര സീറ്റ് പിടിച്ചാലും അത് രണ്ട് മുന്നണികൾക്ക്, UDF-നായാലും CPM-നായാലും ആ സീറ്റ് കുറഞ്ഞോട്ടെ, അത് കോൺഗ്രസ് ഭരണം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയോടായിട്ടായിരിക്കും ഇരുപക്ഷവും മുന്നോട്ട് പോവുക.